പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്നൽപ്പം നേരത്തെ ചിന്തിക്കായിട്ട് സങ്കീർത്തനം 22:3, സാംസ് 22 വേഴ്സ് 3. ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ നീ പരിശുദ്ധൻ ആകുന്നുവല്ലോ. നാം ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ അതിൽ കൂടി നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തന്നെയുമല്ല, നമുക്ക് ചുറ്റും ആ സാന്നിധ്യം പ്രവർത്തിക്കുന്നുണ്ടെന്ന് നമുക്കൊരു ഉറപ്പ് കിട്ടും. തിരുവചനം നമ്മുടെ കുറിവാക്യത്തിൽ നിന്ന് നമ്മെ പഠിപ്പിക്കുന്നത് എന്തുവാ? ദൈവം വസിക്കുന്നത് തൻ്റെ ജനത്തിൻ്റെ സ്തുതികളിന്മേലാണ്. ഹീ ഈസ് ദ ഹോളി ഗോഡ് ദാറ്റ് ഇൻഹാബിറ്റ്സ് ദ പ്രൈസസ് ഓഫ് ഇസ്രായേൽ. പ്രൈസ് ഗോഡ്. ഇവിടെ സങ്കീർത്തനക്കാരൻ നമുക്ക് വരച്ച് കാട്ടുന്ന കാര്യം എന്തുവാന്ന് വെച്ചാൽ, ദൈവം അവന് വേണ്ടി ചെയ്യുന്ന സ്തുതികളിൽ, അല്ലെങ്കിൽ അവൻ്റെ നാമത്തിൽ നാം ഓഫർ ചെയ്യുന്ന എല്ലാ സ്തുതികളിലും സന്തോഷിക്കുകയും ദൈവം അത് ഇരുന്ന് തൻ്റെ പ്രസൻസ് തരികയും ചെയ്യും. God pitches his tent wherever his name is exalted. അവനെ അക്നോളജ് ചെയ്യുകയും അവനെ മഹത്വീകരിക്കുകയും അവൻ്റെ സാന്നിധ്യം ആഗ്രഹിക്കുകയും ചെയ്യുന്നവരുടെ അടുക്കൽ മാത്രമേ നമ്മുടെ ദൈവം വസിക്കത്തുള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിൽ ആരെങ്കിലും വേദന കൊണ്ടോ രോഗം കൊണ്ടോ എന്തെങ്കിലും നഷ്ടം കൊണ്ടോ അല്ലെങ്കിൽ ദൈവസാന്നിധ്യം അനുഭവിക്കാൻ പറ്റാതെ ഡെസ്പറേറ്റ് ആകുന്ന ചില സിറ്റുവേഷനിലോ ഒക്കെ ആയിരിക്കുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാമോ? അവൻ്റെ അവിശുദ്ധ നാമത്തെ ഒന്ന് സ്തുതിക്കുവാൻ തുടങ്ങിക്കേ. പ്രൈസ് ഗോഡ്. എൻ്റെ ജീവിതത്തിൽ പല പ്രാവശ്യം കഷ്ടങ്ങൾ നേരിട്ടപ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പോലും അറിയാൻ മേലാത്ത അവസ്ഥകൾ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹമോർത്ത്, അവൻ തരുന്ന സംരക്ഷണയോർത്ത്, അവൻ്റെ വിശ്വസ്തതയോർത്ത് അവനെ മുറുകെ പിടിച്ചുകൊണ്ട് സ്തുതിപ്പാൻ്റെ കൊണം ഇടയായിട്ടുണ്ട്. കർത്താവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കും. നമ്മുടെ ഭയത്തിന് അവൻ തുണ നിൽക്കും. നമ്മുടെ കഷ്ടപ്പാടുകൾക്ക് അവൻ തുണ നിൽക്കും. എപ്പോഴാണ്? നാം അവനെ സ്തുതിക്കുമ്പോൾ. എൻ്റെ ജീവിതത്തിൽ അവൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ധൈര്യത്തോടെ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ആ സിമ്പിൾ ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ദൈവം എവിടെയൊക്കെ വസിക്കുന്നോ അവിടെ ഭരിക്കുന്നത് ദൈവമാണ്. ദൈവമാണ് നമ്മുടെ അതോറിറ്റി. അവൻ നമ്മിൽ വസിപ്പാൻ തക്കവണ്ണം നാം അവനെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കണമേ, നമ്മുടെ ഹൃദയത്തിൻ്റെ മേൽ അവൻ വാഴും. നമ്മൾ ദൈവത്തെ ഇൻവൈറ്റ് ചെയ്ത് നമ്മുടെ കുടുംബജീവിതത്തിൽ, നമ്മുടെ മാരേജിൽ അവൻ വസിക്കണമെന്ന് പറഞ്ഞ് ക്ഷണിച്ചാൽ, നമ്മുടെ ഫാമിലി റിലേഷൻഷിപ്പിൽ അവൻ വന്ന് വസിക്കണമെന്ന് ക്ഷണിച്ചാൽ, ആ റിലേഷൻഷിപ്പിൻ്റെ മേലെല്ലാം നമ്മുടെ ദൈവം വന്ന് വാഴും. ദൈവത്തെ നാം എന്നിട്ട് ഇൻവൈറ്റ് ചെയ്യണം. എന്തിനാണെന്നറിയാമോ? നമ്മുടെ ബിസിനസ്സിൽ അവൻ്റെ ഹിതവും അവൻ്റെ സാന്നിധ്യവും വെളിപ്പെടണം. ദൈവമക്കളെ, ഹി റെയിൻസ് ഓവർ അവർ ബിസിനസ്. നമ്മുടെ ബിസിനസ്സിൻ്റെ മേലും അവൻ വാഴും. അപ്പോൾ ദൈവം വന്നിട്ട് തൻ്റെ റെസിഡൻസ്, അല്ലെങ്കിൽ തൻ്റെ താമസം, അല്ലെ തൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ആക്കി തന്നിട്ട് അവൻ്റെ സാന്നിധ്യത്തെ എസ്റ്റാബ്ലിഷ് ചെയ്ത്, അവൻ്റെ അതോറിറ്റിയെ അവനെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മണ്ഡലത്തിലും ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് തൻ്റെ ജനത്തെ മനസ്സിലാക്കി കൊടുക്കുന്നതിനൊക്കെ നാം അവനെ ഇൻവൈറ്റ് ചെയ്യണം. എങ്ങനെ? സ്തുതിയിലൂടെ. നാം നമ്മുടെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ചൂടേറിയ ആഴത്തിലുള്ള ആ ബന്ധത്തെ അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയാകും. കുഞ്ഞ്, ഞാൻ പറയട്ടെ, നീ ഏത് വിഷയമാണ് ഇപ്പോൾ ഫേസ് ചെയ്ത് കുഴഞ്ഞിരിക്കുന്നതെന്ന് തോന്നിയാലും ഒരു പരിഹാരം ഞാൻ പറയാം. ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങുക. ദൈവം നമുക്ക് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഓർത്ത്, നമ്മുടെ ദൈവം ആരാണെന്നോർത്ത് നാം അവനെ സ്തുതിക്കണം.
അവൻ്റെ പ്രകൃതി നമുക്ക് ഒന്നുകൂടെ ക്ലിയറായിട്ട് അപ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. പരിധിയില്ലാത്തൊരു ദൈവമാവൻ, വിശുദ്ധനായൊരു ദൈവമാവൻ, അവൻ നിത്യനായ രാജാവ്, അവനെല്ലാം അറിയുന്നവനാണ്, അവൻ ഓൾ വൈസ് ആൻഡ് ഓൾ പവർഫുള്ളാണ്. നാം അവനെ കാണുന്നത് സ്നേഹമുള്ളവനായിട്ട്, കരുണയുള്ളവനായിട്ട്, ദീർഘക്ഷമയുള്ളവനായിട്ടാണ് നാം അവനെ കാണുന്നത്. അതുകൊണ്ട് നാം when we come to God's presence in praise and adoration, നമുക്ക് നമ്മെ തന്നെ ഒന്ന് കാണുവാൻ പറ്റും. ശരിക്കും നമ്മെക്കുറിച്ചുള്ള സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റും. നമ്മുടെ പാപപ്രകൃതവും നമ്മുടെ അൺവേർത്തിനെസ്സും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ തുറന്ന് നിങ്ങളോട് പറയട്ടെ, ഞാൻ അവനെ സ്തുതിക്കാതെ ഒരിക്കലും അവൻ്റെ പ്രസൻസിലേക്ക് കടന്നു വന്നിട്ടില്ല. അവനെ ആരാധിക്കാതെ, അവനെ ബഹുമാനിക്കാതെ. എങ്ങനെയാ? വിത്ത് ദ ഫ്രൂട്ട്സ് ഓഫ് മൈ ലിപ്സ്. അധരങ്ങൾക്കൊരു ഫലമുണ്ടെന്നേ, അധരങ്ങളുടെ ഫലം ദൈവം സൃഷ്ടിക്കും. ഹല്ലേലൂയ. നമ്മുടെ പാപവും നമ്മുടെ തെറ്റുകളും നമ്മുടെ പരിധികളും ഒന്നും ഓർത്ത് പുറകോട്ട് ഉൾവലിഞ്ഞ് ദൈവപൈതലെ നിൽക്കരുതേ. ദൈവം ആരാണെന്ന് നാം വാസ്തവമായി ആഴത്തിൽ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും നാം ആരുമല്ല, ഏതുമല്ല, ഒന്നുമില്ല ദൈവത്തിൻ്റെ ആ വലിയ ശക്തിയുടെ മുമ്പിൽ. യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യവും 5-6 വാക്യവും, നിനക്ക് സകലവും കഴിയുമെന്നും നിൻ്റെ ഉദ്ദേശം ഒന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴും എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കുന്നു. നമ്മളെത്ര നീതിയുള്ളവരാണെങ്കിലും ഞാൻ പറയട്ടെ, നമ്മൾ ദൈവത്തിൻ്റെ മഹത്വം കണ്ടാൽ നാം എത്രമാത്രം കുറവുള്ളവരാണെന്ന്, കറ പിടിച്ചവരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന് നാം പിന്നെ തലകുനിച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. എന്തെങ്കിലും ഒരു കുറവ് വശമുണ്ടെങ്കിൽ മാനസാന്തരപ്പെടുക. അത് ദൈവത്തോട് പറ, ദൈവത്തെ തന്നെ ആശ്രയിക്കുക. അവൻ്റെ സന്നിധിയിൽ കരഞ്ഞു പറ, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ, നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ എന്നെ ബലപ്പെടുത്തണമെന്ന് പറ ദൈവ പൈതലേ. പ്രൈസ് ഗോഡ്, praise God, because He gives us an opportunity to see our sin, so we can ask Him to work in us, to change us into the man and woman we truly desire to become. നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രാർത്ഥന എന്തായിരിക്കണമെന്നോ? ദൈവമേ, ഞാൻ ഏത് തരത്തിലുള്ളൊരു മനുഷ്യനായിട്ട് ജീവിക്കണമെന്ന് നീ എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നു, അതുപോലെ നീ എന്നെ ആക്കി തരണേ എന്ന് പറ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമുക്ക് സന്തോഷമുണ്ടെങ്കിലും നമുക്ക് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയണം. നമ്മുടെ സന്തോഷത്തിനൊരു എക്സ്പ്രഷനായിട്ട് നാം അവനെ പ്രൈസ് ചെയ്യണം, അവനെ സ്തുതിക്കണം. ആ സ്തുതി നമ്മുടെ ജീവിതത്തിലേക്ക് പിന്നെ ആഴത്തിലുള്ള, നമ്മുടെ ചേർന്ന് വസിക്കുന്ന ഒരു സന്തോഷം, നമ്മെ നറ്റുപോകാത്തൊരു ആനന്ദം നമുക്ക് തരും. പ്രൈസ് ഗോഡ്. സ്വർഗത്തിൻ്റെ അന്തരീക്ഷം മുഴുവൻ സ്തുതി കൊണ്ട് നിറഞ്ഞിരിക്കുന്നതൊക്കെ നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ കാണാവുന്നതാണ്. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഗ്ലോറിയസ് പ്രൈസ് സോങ്. പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ്, ഉന്നതങ്ങളിൽ ദൈവത്തിൻ്റെ സ്തുതി എന്ന് പറഞ്ഞ്, സ്വർഗത്തിൽ ദൈവത്തിൻ്റെ സ്തുതി നിറഞ്ഞ് നിൽക്കുക. ഹല്ലേലൂയ. നമ്മെ വിട്ട് കടന്നുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. പ്രൈസ് ഗോഡ്. അവർ ദൈവത്തെ സ്തുതിക്കുകയും എന്നേക്കുമായിട്ട് അവനെ ആരാധിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ ഭൂമി, ഈ ഭൂമിയിൽ നമ്മുടെ മൃതശരീരം കിടക്കും, പക്ഷേ നമ്മുടെ സ്തുതി ഒരിക്കലും നശിച്ചു പോകത്തില്ല. അത് ഓൺ ആൻഡ് ഓൺ ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കും. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, നിൻ്റെ വിശ്വസ്തത ഞങ്ങളുടെ ഹൃദയത്തിൽ ആനന്ദം തരുന്നു. നീ ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി വലിയ കാര്യങ്ങൾ ചെയ്ത് കർത്താവേ. ഞങ്ങൾക്ക് സന്തോഷിപ്പാൻ അനേക കാരണങ്ങളുണ്ട്. നീ സ്തുതിക്കും മഹത്വത്തിനും പുകഴ്ചയ്ക്കും ആരാധനയ്ക്കും യോഗ്യനാണ്. അത് ഞങ്ങൾ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു.
കർത്താവേ, നീ വിശുദ്ധനായ ദൈവമാണ്. അതുകൊണ്ട് നിന്നെ ആരാധിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയത്തില്ല. ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. എല്ലാ നന്മയും നിന്നിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ശക്തി എനിക്ക് തരുന്നത് നീയാണ്. അതുകൊണ്ട് കർത്താവേ, ഞാനും താഴ്ന്നിരിപ്പാൻ നീ സഹായിക്കണമേ. പൂർണ്ണമായി നിന്നെ ആശ്രയിപ്പാൻ എൻ്റെ കൊണ്ട് നിന്നെ സഹായിക്കണേ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ലോർഡ്. ഗോഡ് ബ്ലെസ് യു.